ന്യൂക്ലിയസ് കെമിസ്ട്രി മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം 5ാമത്തെ പാഠമായ കാർബണിക രസതന്ത്രമാണ്. കാർബൺ എന്നത് നമുക്ക് പരിചയമുള്ള ഒരു മൂലകമാണല്ലോ. 6 അറ്റോമിക നമ്പർ വരുന്ന സി എന്ന അക്ഷരം കൊണ്ട് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ അടങ്ങുന്ന സംയുക്തങ്ങളെ കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് കാർബണിക രസതന്ത്രം. ഇനി നമുക്കറിയാം, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആന്റോയിൻ ലെവോയ്സി എന്ന പേരുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ കാർബണിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രെഡറിക് വോളർ. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാർബണിക രസതന്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1815 ജെ ബെർസേലിയസ് എന്ന പേരുള്ള ഒരു ശാസ്ത്രജ്ഞൻ വൈറ്റൽ ഫോഴ്സ് തിയറി അല്ലെങ്കിൽ ജീവശക്തി സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയുണ്ടായി. അപ്പോൾ അതിൻ പ്രകാരം ജൈവ വസ്തുക്കൾ സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരു ജീവശക്തിയുടെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം വാദിക്കുകയും പല ശാസ്ത്രജ്ഞന്മാരും ഇതിനെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഇതേ ബെർസേലിയസിന്റെ കീഴിൽ ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷണ വിദ്യാർത്ഥി, അതായത് ഫ്രെഡറിക് വോളർ, അജൈവ പദാർത്ഥമായിട്ടുള്ള അമോണിയം സയനേറ്റിൽ നിന്ന് ജൈവ പദാർത്ഥമായിട്ടുള്ള യൂറിയ ഗവേഷണശാലയിൽ വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അന്നേ വരെ ഉണ്ടായിരുന്ന വിശ്വാസത്തെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു, അല്ലെ? കാരണം അന്നേ വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ജൈവ പദാർത്ഥങ്ങളിൽ നിന്ന് മാത്രമേ മറ്റൊരു ജൈവ പദാർത്ഥം ഉണ്ടാക്കാൻ പറ്റൂ എന്നായിരുന്നു. പക്ഷെ അമോണിയം സയനേറ്റ് ചൂടാക്കി യൂറിയ ഉണ്ടാക്കിയതിലൂടെ അജൈവ പദാർത്ഥത്തിൽ നിന്നും ജൈവ പദാർത്ഥം ഉണ്ടാക്കാം എന്ന് ഫ്രെഡറിക് വോളർ തെളിയിച്ചു. യൂറിയ പൊതുവെ മൃഗങ്ങളുടെ യൂറിനിൽ, അതായത് ഇപ്പം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും യൂറിനിൽ കാണപ്പെടുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂറിയയെ വ്യവസായശാലകളിൽ അല്ലെങ്കിൽ പരീക്ഷണശാലകളിൽ യൂറിയ മാത്രമല്ല മറ്റ് കാർബൺ സംയുക്തങ്ങളെയും ഇത്തരത്തിൽ ഉണ്ടാക്കാം എന്ന് തെളിയിച്ചു കൊടുത്ത ശാസ്ത്രജ്ഞനായിരുന്നു ഫ്രെഡറിക് വോളർ. ഇത് കാർബണിക രസതന്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ മാനിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കാർബണിക രസതന്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത്. 102 കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ചുവടെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളെ കാർബണികം, അകാർബണികം എന്നിങ്ങനെ വേർതിരിക്കുക. കാർബണികം, അകാർബണികം എന്ന് വേർതിരിക്കുക. അവിടെ 6 പദാർത്ഥങ്ങളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് NH4 twice CO3 അഥവാ അമോണിയം കാർബണേറ്റ്. രണ്ടാമത്തത് CH3 CH2OH അഥവാ എത്തനോൾ. മൂന്നാമത്തത് CHCl3 അഥവാ ക്ലോറോഫോം. നമുക്ക് അറിയാമല്ലേ, ക്ലോറോഫോം ബോധം കെടുത്താനൊക്കെ ഉപയോഗിക്കുന്നതാണ്. CH3COOH അതായത് അസറ്റിക് ആസിഡ്, വിനാഗിരിയിലൊക്കെയുള്ള അസറ്റിക് ആസിഡ് ആണ് 4ാമത്തെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. 5ാമത്തത് കറിയുപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ്. 6ാമത്തത് NaHCO3 അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ 6 ഓപ്ഷൻ ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മളോട് കാർബണികമാണോ അകാർബണികമാണോ ഒരു സംയുക്തം എന്ന് ചോദിച്ചാൽ നമ്മൾ കാർബൺ ഉള്ളവ നോക്കുക, കാർബൺ ഇല്ലാത്തവ നോക്കുക. അപ്പോൾ അമോണിയം കാർബണേറ്റ്, ആ പേരിൽ തന്നെയുണ്ട് കാർബൺ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ എഥനോളിലും നമുക്ക് കാർബൺ കാണാൻ സാധിക്കും, അല്ലേ? 2 കാർബണുകൾ ഉണ്ട്. ഇനി ക്ലോറോഫോമിന്റെ കേസിലും നമുക്ക് കാർബൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അസറ്റിക് ആസിഡ്, ഇവിടെയും 2 കാർബണുകളുണ്ട്.
അതുകൊണ്ട് ഇതും കാർബണിക സംയുക്തം തന്നെ. ഇനി സോഡിയം ക്ലോറൈഡ്. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ സി എന്ന് പറയുന്നത് കാർബണിനെ പ്രതിനിധാനം ചെയ്യുന്നതാണോ? അല്ല. ഈ സി എന്ന് പറയുന്നത് ക്ലോറിൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് പ്രതീകമാണ് ഉപയോഗിക്കുക? ക്യാപിറ്റൽ സിയും രണ്ടാമത്തെ അക്ഷരം എപ്പോഴും ചെറിയ അക്ഷരമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഇത് ക്ലോറിൻ്റെതാണ്, അല്ലാതെ ഒരിക്കലും കാർബണിന്റെ സി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാർബൺ ഇല്ലാത്തത് കൊണ്ട് ആദ്യം തന്നെ ഒഴിവാക്കാം. ഇനി ലാസ്റ്റ് ഓപ്ഷൻ NaHCO3. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാർബൺ ഇതിലും ഉണ്ട്. അപ്പോൾ കാർബൺ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ഒരു സംയുക്തം കാർബണികം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല. അപ്പോഴാണ് നമുക്ക് വേറൊരു വിശദീകരണത്തിനും കൂടി ആവശ്യം വരുന്നത്. അതായത് ഒരു സംയുക്തത്തിൽ കാർബൺ ഉണ്ടായാൽ മാത്രം പോരാ, ആ സംയുക്തത്തിൽ സിക്കും എച്ചിനും തമ്മിൽ, അതായത് കാർബണിനും ഹൈഡ്രജനും തമ്മിൽ ഒരു രാസബന്ധനം കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ CH രാസബന്ധനം ഉണ്ടെങ്കിൽ മാത്രമേ കാർബണിക സംയുക്തമായി പരിഗണിക്കാവൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പ്രകാരം 4 തരം സംയുക്തങ്ങളെ നമുക്ക് കാർബൺ ഉണ്ടെങ്കിൽ കൂടി കാർബണിക സംയുക്തമായി പരിഗണിക്കാൻ പറ്റില്ല. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കാർബണേറ്റ്, രണ്ടാമത്തേത് ബൈകാർബണേറ്റ്, മൂന്നാമത്തേത് കാർബണിന്റെ ഓക്സൈഡുകൾ, നാലാമത്തേത് കാർബൈഡുകൾ. ഇനി നമുക്ക് ഓരോന്നിനെയും എന്തുകൊണ്ടാണ് കാർബൺ സംയുക്തമായി കണക്കാക്കുന്നതെന്ന് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, കാർബണേറ്റ് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ വെച്ച് തന്നെ തുടങ്ങാം അല്ലെ? ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് അമോണിയം കാർബണേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു രാസസൂത്രം മാത്രം നോക്കി നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, കാർബണും ഹൈഡ്രജനും തമ്മിൽ രാസബന്ധനം ഉണ്ടോ ഇല്ലയോ എന്നത്. അപ്പൊ നമ്മൾ ഘടന കൂടി എഴുതി നോക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം CO3 ഭാഗം ഞാൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. C ഡബിൾ ബോണ്ടോ O മൈനസ് O മൈനസ്, എന്നിട്ട് ഈ രണ്ട് O മൈനസുകളുടെയും എടുത്ത് അമോണിയം കാറ്റയോൺ ഘടന എന്ന് പറയുന്നത്. ഇനി അതുപോലെ ബൈകാർബണേറ്റ് ആണെങ്കിലോ, ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഉത്തരം എന്താ, ഓപ്ഷൻ എന്താണ്? NaHCO3 അല്ലെ? അപ്പോൾ ഇതിന്റെ നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ചാല് C ഡബിൾ ബോണ്ടോ, പിന്നെ O മൈനസ്, ഇവിടെ OH, ഈ O മൈനസിന് തൊട്ടടുത്തായിട്ട് Na പ്ലസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, കാർബണും ഹൈഡ്രജനും തമ്മിൽ എന്തെങ്കിലും ഒരു രാസബന്ധനം കാണുന്നുണ്ടോ? ഇല്ല. ഈ രാസസൂത്രത്തിൽ ഹൈഡ്രജനും കാർബണും അടുത്തടുത്താണ്, അല്ലെങ്കിൽ ഒരുമിച്ചാണ് കാണപ്പെടുന്നതെങ്കിൽ കൂടി കാർബണും ഹൈഡ്രജനും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു രാസബന്ധനം ഇല്ല, മറിച്ച് ഓക്സിജനും ഹൈഡ്രജനും തമ്മിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ബൈകാർബണേറ്റിനെയും നമ്മൾ
കാർബണിക സംയുക്തമായിട്ട് കണക്കാക്കാത്തത്. ഇനി മൂന്നാമത്തെ, കാർബണിന്റെ ഓക്സൈഡുകൾ. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഓക്സൈഡുകളാണ് കാർബണിന്റെ, അല്ലേ? ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ. അപ്പോ ഇവ രണ്ടിലും എന്താണ്? ഹൈഡ്രജനേ ഇല്ല. അതുകൊണ്ട് തന്നെ കാർബൺ ഹൈഡ്രജൻ രാസബന്ധനം സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഇവയും എന്തല്ല? കാർബണിക സംയുക്തങ്ങളല്ല. ഇനി ഏറ്റവും ലാസ്റ്റ് കാർബൈഡുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കാർബൈഡുകൾ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ലിഥിയം കാർബൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് Li C ട്രിപ്പിൾ ബോണ്ട് C Li2 C2. ഓക്കെ, അപ്പോ ഇവിടെയും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നില്ല? കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള രാസബന്ധനം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ലോഹത്തിന്റെയും കാർബൈഡുകളും എന്തല്ല? കാർബണിക സംയുക്തത്തിന്റെ കൂട്ടത്തിൽ പെടുന്നതല്ല. അപ്പോൾ ഈ പാഠം മുഴുവനായിട്ട് സിംഗിൾ വീഡിയോ ഇട്ടാൽ ഭയങ്കര ലോങ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പാർട്ടുകളായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു പാർട്ട് 1 വീഡിയോ. ഇനി ഈ പാഠത്തിന്റെ ബാക്കി ഭാഗം ഞാൻ പാർട്ട് 2 ഇടാം. ഓക്കെ.